തിരുവനന്തപുരം തിരുമലയ്ക്കടുത്ത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ 3550 സ്ക്വയർ ഫീറ്റ് സൂപ്പർ ബിൽഡപ്പ് ഏരിയയും 2300 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയുള്ള 4 ബെഡ്റൂമും കിച്ചൺ കൂടാതെ വർക്ക് ഏരിയയും ഒരു സെർവൻറ്റ് ടോയ്ലറ്റും വരുന്ന ഒരു കിടിലൻ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടുള്ള കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് കാണാം, കിണർ നൽകിയിട്ടുണ്ട്. മുറ്റം മുഴുവനായിട്ടും ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്, അതും ആൻറ്റി സ്കിഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു സിറ്റോട് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ബോർഡർ എല്ലാം ഗ്രാനൈറ്റാണ്, ലെപ്പോത്ത ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സിറ്റോട് കാണുന്ന ഈ പാനലെല്ലാം വുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മഹാഗണി വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് റൗണ്ട് പർഗോള കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കാണുന്ന ഈ മുകൾ ഭാഗത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡാണ്. ഇതെല്ലാം പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ തൂണും ഫുള്ളായിട്ട് പാനൽ കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡ് കൊടുത്താണ് ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് കട്ടള പ്ലാവ യൂസ് ചെയ്തിരിക്കുന്നത്, കഥക് ഡബിൾ ഡോറാണ്, അത് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകും. അപ്പോൾ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു ലിവിംഗ് ഏരിയ ആണ്, അതായത് ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഉണ്ട്. ഇവിടെ ആയിട്ട് വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 സൈസുള്ള ടൈൽസാണ്, അതായത് 6 അടി നീളവും 4 അടി വീതിയുള്ള ടൈൽസാണ്. ഇവിടെ ആയിട്ട് വലിയൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പാനലെല്ലാം ഒരു ഗോൾഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ടി വിയുടെ മുകളിലായിട്ടും 2 ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സൈഡിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വി-ഗാർഡിൻ്റെ DP ആണ്. അകത്ത് നോക്കുവാണെങ്കിൽ ഫുള്ള് വി-ഗാർഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനുമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലെ സീലിംഗിലേക്ക് പോകാം. സീലിംഗ് നോക്കുവാണെങ്കിലും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയ. ഇവിടെ നോക്കുവാണെങ്കിലും മുകളിലായിട്ട് അതുപോലെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്യുന്നത്, ഒരു വുഡൻ തീമിലുള്ളൊരു സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തായിട്ട് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഇൻവെർട്ടർ വയ്ക്കാം, അല്ല നമുക്ക് എന്തെങ്കിലും ഡംപ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ സ്റ്റെയർ കേസിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ കാണണം, ഒരു ഒറ്റ തടിയിൽ തീർത്തിരിക്കും പോലെ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ വരുന്ന ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, CNC കട്ടിങ് കാണാം. ഇവിടെ ആയിട്ട് ഒരുപാട് ഡെക്കോറൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തും CNC കട്ടിങ് കാണാം. അവിടെ ആയിട്ടും പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടേബിൾ ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ സെറയുടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പില്ലർ കോക്ക് സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, വലിയൊരു പില്ലർ കോക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ആവുന്ന മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്, വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ടും കാണാം ഒരു പാനലൊക്കെ കൊടുത്ത് അതിനകത്ത് വാം ആൻഡ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. വലിയൊരു ഓപ്പൺ കിച്ചനാണ്. മുകളിലായിട്ട് ഫുള്ളായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്, സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിഡ് ക്യാബിനറ്റ്, ഒരുപാട് ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. അവിടെ താഴെയായിട്ടും കാണാം ബേസ് ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്, അതെല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ ഗ്ലെൻ്റെ വലിയൊരു ഹുഡ് കൊടുത്തിട്ടുണ്ട്, ഹോബ് ചെയ്ത് തരുന്നതാണ്. ഈ വർക്ക് ഏരിയയിലേക്കുള്ള ഈ ഡോറ് പോലെ യൂസ് ചെയ്യുന്ന തേക്ക് തടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ വലിയ വർക്ക് ഏരിയ ആണ്. ഈ വർക്ക് ഏരിയയിൽ ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ മുഴുവനായിട്ടും ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബോർഡർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ തീമിലുള്ള ടൈൽസാണ് ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ ആയിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ ഇവിടേക്കും സ്പേസ് ഉണ്ട്, അവിടെയെല്ലാം അതുപോലെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാസ്തുപ്രകാരം ചുറ്റി വരാൻ പറ്റുന്നതാണ്. അവിടെ ആയിട്ട് നനകല്ലും കൊടുത്തിട്ടുണ്ട്, 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെർവൻറ്റ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വാസ്തുപ്രകാരം ചുറ്റി വരാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് സെർവൻറ്റ് ടോയ്ലറ്റ്, അതും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ കഥക് തേക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം വെട്രിഫൈഡ് ടൈലാണ്, അതും 6x4 സൈസുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കാണാം, 3 ഡോറുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. ഈ വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് അല്ല, വോൾ മൗണ്ട് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെറ എന്ന ബ്രാൻഡാണ്.
ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെയും യൂസ് ചെയ്യുന്ന ഡൈവർട്ടർ സെറയാണ്. ഹോട്ടും കോൾഡും പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഷവറും സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 2, 3, 4 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് വരാം. അപ്സ്റ്റെയറിലേക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒറ്റ തടി തീർത്ത പോലെ ഇരിക്കുന്ന ഈ കൊത്തുപണി ഇരിക്കുന്ന ഈ ഒരു തൂണ് തന്നെയാണ്. അപ്പോൾ ഹാൻഡ് റെയിലിൽ വരുന്നത്. ഈ ഹാൻഡ് റെയിൽ ഇങ്ങനെ കർവ് ചെയ്ത് വരികയാണ്. ഇവിടെ ആയിട്ട് CNC കട്ടിങ് കൊടുത്തുള്ള പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ റൂഫ് ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ആയിട്ട് സ്റ്റെയർ നൽകിയിട്ടുണ്ട്. അതിനടിയിലായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അടുത്ത ലാൻഡിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ടും ആ ഒരു CNC കട്ടിങ്ങുള്ള പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകാൻ സ്റ്റെപ്പിന് താഴെ എല്ലാം അതുപോലെ പോയിന്റ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരെ വരുന്നത് ഒരു അപ്പർ ലോഞ്ചിലേക്കാണ്. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ ഇവിടെയും 6x4 സൈസുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും WPC പാനൽ കാണാം. അല്ലാതെ തന്നെ നമുക്ക് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും സൈഡിലും അതുപോലെ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പർ ലോഞ്ചിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഈ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഈ പാനലെല്ലാം തടി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ടും പാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും സർഫസ് ലൈറ്റുകൾ കാണാം. അതുപോലെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും തടിയെല്ലാം തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പാനൽ മഹാഗണിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ടുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് വാമായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം കൂടാതെ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇതിനകത്തായിട്ട് വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 3 ഡോറുള്ള വാർഡ്രോബാണ്. നടുക്കായിട്ട് മേക്കപ്പ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ നൈറ്റ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഡോറ നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സെറയുടെ കൺസീൽഡ് ഫ്രഷ് ടാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിന് സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഡൈവർട്ടർ കാണാം. ഡൈവർട്ടറും സെറ എന്ന ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഫോയറിലായിട്ട് ഇവിടെ ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ മൂന്നാമത്തെ ബെഡ്റൂം നോക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി നൽകിയിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 ഡോറുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. മേക്കപ്പ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ നല്ല ക്വാളിറ്റിയുള്ള ഡോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീലർ ഫ്രഷ് ടാങ്ക് ആണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ സെറയുടെ തന്നെയാണ് ഡൈവർട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പൗട്ടും എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർ പോലും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡോറുകളും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും 3 ഡോറുകളുള്ള വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയും മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് പ്രൊഫൈൽ ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പോയിന്റ് ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സെറ തന്നെയാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ എല്ലാ റൂമുകളിലും ഇത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ റൂഫ് ടോപ്പ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് പോകും. ഇതാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് ഏരിയ. ഇതെല്ലാം തടി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും CNC കട്ടിങ് കൊടുത്തുള്ള പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിംഗ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനകത്തായിട്ട് പർഗോള പോലെ GI ട്യൂബ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പാർട്ടീഷൻ കാണാം. ഇവിടെ നേരെ നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് ആക്സസ് കിട്ടുന്നതാണ്. ഇനി റൂഫ് ടോപ്പിലേക്കുള്ള ഡോർ നോക്കുകയാണെങ്കിൽ അതും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ റൂഫ് ടോപ്പിലേക്ക് വരാം. അപ്പോൾ റൂഫ് ടോപ്പിലേക്ക് വരാൻ ഫുള്ള് ഫ്ലോറിംഗ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് ആൻറ്റി സ്കിഡ് ടൈൽസാണ്. അവിടെയും എപ്പോക്സി നൽകിയിട്ടുണ്ട്. ഇവിടെ 2 ടാങ്ക് കാണാം. അത് നല്ല ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രഷർ കിട്ടുന്നതാണ്.
അത് യൂസ് ചെയ്യുന്ന KLH എന്ന ബ്രാൻഡാണ്. 750-ൻ്റെ 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ വെൽ വാട്ടറും പിന്നെ ഒന്ന് KW വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാം നീറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെ ഈ കാണുന്ന വർക്ക് ഏരിയയും ഈ ഷീറ്റ് വർക്കും എല്ലാം ഉൾപ്പെടെയാണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ. 3550 സ്ക്വയർ ഫീറ്റ്. നമുക്ക് ബിൽഡപ്പ് ഏരിയ നോക്കുകയാണെങ്കിൽ കിച്ചൺ ഉൾപ്പെടെയുള്ള ബിൽഡപ്പ് ഏരിയ എന്നുള്ളത് 2300 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി ഇങ്ങോട്ടേക്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങർ നൽകിയിട്ടുണ്ട്. ഈ റൂഫ് ടോപ്പിൽ നിന്നും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡോർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ചെടി വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതുവഴി ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടൽ 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 3550 സ്ക്വയർ ഫീറ്റ് സൂപ്പർ ബിൽഡപ്പ് ഏരിയയും 2300 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ ഉള്ള ഈ വീടിന് ചോദിക്കുന്ന വില 122 ലക്ഷം രൂപയാണ്. അതായത് 1,22 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.